ഒറ്റപ്പാലം തെന്നടി ബസാറിനു സമീപം സ്വകാര്യ ബസ് ഇടിച്ച് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റൊരു സ്വകാര്യ ബസ് ജീവനക്കാർ. തിങ്കളാഴ്ച 3 മണിയോടെയാണ് സംഭവം. ഇത് 2ാം തവണയാണ് പ്രതീക്ഷ ബസ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചിറയത്ത് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോൾ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചു വീണത് പിറകിൽ വന്ന ഓട്ടോയ്ക്ക് മുന്നിലേക്കാണ്. ഓട്ടോ വെട്ടിച്ചതിനെ തുടർന്ന് കൂടുതൽ അപകടം സംഭവിച്ചില്ല. മുളഞ്ഞൂർ സ്വദേശി പ്രസാദിനാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രതീക്ഷ ബസിന്റെ മുന്നിലായാണ് സംഭവം നടന്നത്. ഇതോടെ പരിക്കേറ്റ യാത്രക്കാരന് രക്ഷകരായിരിക്കുകയാണ് ബസ് ജീവനക്കാർ. വണ്ടി എണ്ണടിച്ച് 2:55 കൊണ്ടൊക്കെ ഉണ്ടാവും. 3 മണിക്ക് പോകുമ്പോൾ പിന്നെ എടുത്ത് കയറ്റുമ്പോൾ ഉള്ള അവസ്ഥ മുറിവ് ബോധമില്ല. ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് വലിച്ചു വരാൻ പറ്റില്ല. ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു, മുഖത്തൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്ട്രെച്ചറിലേക്ക് മാറ്റുമ്പോഴാണ് ഞങ്ങൾ ഹെൽമെറ്റ് എടുത്തത്. ബസ്സിലെ ജീവനക്കാരായ ഡ്രൈവർ OP രാജുവും കണ്ടക്ടർ KC രവികുമാറും നാട്ടുകാരും ചേർന്ന് യുവാവിനെ ബസ്സിൽ കയറ്റി ഉടൻ തന്നെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. തൃശ്ശൂർക്ക് പോണത് ചെറിയത്ത് ബസ് ആകുമ്പോ തട്ടി ബൈക്ക് മറയണ് കണ്ടു. എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഞങ്ങൾ നോക്കുമ്പോ ആളങ്ങനെ കിടക്കുകയാണ്, ആരും മരുന്ന് കാണാനില്ല. അപ്പൊ പിന്നെ നമ്മളവിടെ വണ്ടി സൈഡാക്കി ഞാനും നമ്മുടെ കണ്ടക്ടർ രവിയും കൂടി ആളെ പിടിച്ചു. അപ്പോഴേക്ക് 2-3 ആളെ പിടിക്കാൻ കൂടി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറ്റി നേരെ വള്ളവനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. കോതയൂർ സ്വദേശി രാജേഷ് പിലാക്കൽ തൊടിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രതീക്ഷ ബസ്. നേരത്തെ മറ്റൊരു അപകടത്തിലും പ്രതീക്ഷ ബസ്സിലെ ജീവനക്കാർ രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം വെള്ളിയാട് റൂട്ടിലാണ് പ്രതീക്ഷ ബസ് സർവീസ് നടത്തുന്നത്. CCN ഒറ്റപ്പാലം.